ഇന്ന് ഞങ്ങളുടെ ഒരു ചെറിയൊരു വിളവെടുപ്പാണ് കാണിക്കുന്നത്. പച്ചമുളക്, കാന്താരി, പേരയ്ക്ക, അച്ചിങ്ങ, ചെറിയ മീൻ കണ്ടോ. ഇത് മീൻ കുളത്തിനോട് ചേർന്ന് കുറച്ച് അച്ചിങ്ങ, തരി, വെണ്ടയ്ക്ക, അത് അച്ചിങ്ങ ഉണ്ടായി കിടക്കുന്നതാണ് ആ കാണുന്നത്. അപ്പുറത്ത് വെച്ച അച്ചിങ്ങ അതിന് കമ്പിയുടെ ഇടയിൽ കൂടി ഇപ്പുറത്തേക്ക് പെടന്ന് കിടക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇതൊരു ചെറിയൊരു മീൻ നമ്മളുടെ ടാങ്കാണ്. ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ടല്ലോ. ഇതിനകത്ത് കുറച്ച് മീനൊക്കെ ഉണ്ട്. കുറേശ്ശെ കമ്പോലയ്ക്കകത്ത് ഇതുപോലെ കുറച്ച് പിടിച്ച് കറിയൊക്കെ വയ്ക്കാം. അതുപോലെ തന്നെ അവിടെ കണ്ടോ അച്ചിങ്ങ അപ്പുറത്ത് നിന്ന് പറിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾക്ക് ഇതുപോലെ അങ്ങ് അപ്പുറത്തേക്ക് പെടന്ന് കിടന്നാലും നമുക്കിതുപോലെ പറിച്ചെടുക്കാം. ഇത് ചെറിയൊരു കമ്പോലയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഞങ്ങളുടെ മീൻ. ഇത് അതിനോട് ചേർന്ന് കുറച്ച് വെണ്ടയ്ക്ക, അച്ചിങ്ങ അങ്ങനെയുള്ളതൊക്കെ വെച്ചിരിക്കുന്നതാണ്. ഇനി ഇത് പേരയാണ്. നമ്മളുടെ മുറ്റത്തുള്ളൊരു പേരയിൽ അങ്ങ് വലിയ പേരയാണ്, നാടൻ പേര മരമാണ്. അതിൽ അങ്ങ് ഈ പേരയ്ക്ക ഉണ്ടായി കഴിയുമ്പോഴത്തോളം പ്ലാസ്റ്റിക് ഉള്ളിൽ കെട്ടിയിട്ടില്ലെങ്കിൽ ഈ കിളികളും വവ്വാലൊക്കെ വന്ന് കടിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മേളിൽ 2 കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അത് പറിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. ഒത്തിരി അങ്ങ് മൂത്തിട്ടൊന്നുമില്ല. അതിനു മുമ്പേ തന്നെ അങ്ങ് പറിച്ചെടുക്കുകയാണ്. ഇവിടെ ടോയ്സിന് കടിച്ച് തിന്നാനാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ പറിച്ചെടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് മുകളിൽ നിന്ന് ഇങ്ങനെ പറിക്കുന്നത്. നമ്മളുടെ മുറ്റത്തുണ്ടാകുന്നതാണല്ലോ, വിഷമൊന്നും ഇല്ലാത്തതല്ല. അപ്പം നമ്മൾക്കിപ്പം എത്ര കഷ്ടപ്പെട്ടാലും അത് പറിച്ചെടുത്ത് കഴിക്കുക എന്നുള്ളതാണ് നമ്മൾക്കൊരു സന്തോഷം അല്ലേ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കഷ്ടപ്പെട്ടാണെങ്കിലും ഞങ്ങളത് പറിച്ചെടുക്കുകയാണ്. ഒത്തിരി മുകളിലായിരുന്നു. അത് കമ്പൊക്കെ കൊണ്ട് ഞങ്ങളിങ്ങനെ തോണ്ടി പറിക്കുകയാണ്. അതിനുശേഷം ഗോണി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറുന്ന ലോച്ചം പറിക്കുന്നതാണ് കാണുന്നത്. പേരയ്ക്ക ഉണ്ടോ. ഇത് തുടക്കത്തിൽ കെട്ടിയിട്ടില്ല എങ്കിൽ എല്ലാം ചെറുതിലേ തന്നെ അത് പറിച്ച് കിളികൾ തിന്നുകളയും. ഇപ്പം ഞങ്ങൾ ആ പേരയ്ക്ക പറിച്ച് ഇതുപോലെ മുറിച്ച് കുറച്ച് ഉപ്പൊക്കെ അരികിൽ വെച്ച് കഴിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇത് ഞങ്ങളുടെ ഇത് നിങ്ങൾക്ക് നേരത്തെ അറിയാമല്ലോ, ഞങ്ങൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഈ ഒരു ബോക്സിൻ്റെ അടിഭാഗമാണ് ഇരിക്കുന്നത്. ഞങ്ങൾ ട്രോളിയായിട്ട് ഇത് മുകൾ ഭാഗം 40 രൂപയുടെ ഒരു ബോക്സ് കിട്ടുന്നത് 2ആയിട്ട് മുറിച്ചിട്ട് അതിനകത്താണ് ഞങ്ങൾ പച്ചമുളകൊക്കെ വെച്ചിരിക്കുന്നത്. കൂടുതലും അങ്ങനെയുള്ള പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത്. കണ്ടോ, അത് ഞാൻ നല്ല മുഴുത്ത പച്ചമുളകൊക്കെയാണ് നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ്. അതാണ് ഞങ്ങളിപ്പോൾ കറിക്ക് ഉപയോഗിക്കുന്നത്. മുളക് പുറത്തുനിന്ന് വാങ്ങിക്കാറേ ഇല്ല. പച്ചമുളകും കാന്താരിയൊക്കെ നമുക്ക് അതിൻ്റെയൊക്കെ വിത്ത് കൃഷിഭവനിൽ നിന്ന് കിട്ടിയത് കാരണം, അതൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചത് കാരണം പച്ചമുളക് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നേ ഇല്ല. പച്ചമുളകും അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ ആണെങ്കിലും പറമ്പിലുള്ളതൊക്കെ കൊണ്ട് തന്നെ ഒക്കെ വെച്ച് കഴിക്കുകയാണ്. കുറേശ്ശെ ആണെങ്കിലും ഒക്കെ ഉണ്ടാവുന്നതെല്ലാം ഇങ്ങനെ പറിച്ച് കറിവയ്ക്കുകയാണ്. ഇന്നിപ്പോൾ ഞങ്ങൾ ആ മുളക് കുറച്ച് മൂത്ത് നോക്കി പറിച്ചെടുക്കുകയാണ്. നല്ല എരിവുള്ള നല്ല മുളകുമുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ പിരിയൻ മുളകിൻ്റെ മുളകുമുണ്ട്. അങ്ങനെ പിരിയൻ മുളകിൻ്റെ മുളകാണെങ്കിൽ നമ്മൾക്ക് ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ ചുമ്മാതെ കഴുകി കടിച്ച് തിന്നാനായിട്ട് നല്ലതാണ്. മറ്റതൊക്കെ നമ്മൾക്ക് കറികൾക്കൊക്കെ ഉപയോഗിക്കുവാനായിട്ട് നല്ലതാണ്. ഇങ്ങനെ നമ്മളുടെ മുറ്റത്ത് ഇങ്ങനെയൊക്കെ വച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമ്മൾക്ക് പച്ചമുളകും കറിവേപ്പിലയ്ക്കൊക്കെയാണ് കൂടുതൽ വിഷം വരുന്നതെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ മുറ്റത്തൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമ്മൾക്കിതുപോലെയൊക്കെ പറിച്ച് നമ്മൾക്ക് കറിക്കൊക്കെ ഇടുവാനും സാധിക്കും. അതുപോലെ തന്നെ കിളുന്ന പച്ചമുളകും കിളുന്ന കാന്താരിയൊക്കെ നമ്മൾക്ക് ചോറിൻ്റെ കൂട്ടത്തിൽ തന്നെ കടിച്ച് കൂട്ടത്തിൽ കഴിക്കുന്നതും വളരെ നല്ലതാണ്. കുറച്ച് ഗ്രീൻ കളറൊക്കെ നമ്മുടെ ഉള്ളിൽ ചെല്ലുമല്ലോ, വിഷമില്ലാത്തത്. അപ്പോൾ അങ്ങനെ വെച്ച് പിടിപ്പിച്ചതാണ് ഇതെല്ലാം. നിറച്ച് പച്ചമുളകും അത് ഉണ്ടായിട്ടുണ്ട് ഇതിനകത്ത്. ആ പച്ചമുളകൊക്കെ ഞങ്ങൾ കൂടുതലും മൂത്ത് പോണതൊക്കെ ഇങ്ങനെ പറിച്ച് വെച്ചേക്കും ആവശ്യമുള്ളപ്പോൾ എടുക്കാനായിട്ട്. അങ്ങനെ പച്ചമുളകൊക്കെ പറിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വേപ്പിലയാണെങ്കിലും ഒക്കെ നമ്മളുടെ പറമ്പിലുണ്ട്. അപ്പോൾ അതൊക്കെ പറിച്ചാണ് നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്നത്. അതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിനൊരു വിഷമമില്ലാതെ നമ്മൾക്ക് ഭക്ഷണം കഴിക്കുവാനായിട്ട് സാധിക്കും.
പുറത്ത് പോയി നമ്മൾ കഴിക്കുമ്പോഴതൊക്കെ ടേസ്റ്റ് ആണെങ്കിലും ഒക്കെ ഈ വിഷമുള്ളതൊക്കെ അല്ലേ അതിനകത്ത് ചേർക്കുന്നതാണ്. നമ്മളുടെ വീട്ടിലുള്ള പച്ചക്കറികളോ ഇതുപോലെ പച്ചമുളകോ കാന്താരിയോ ഒക്കെ ഉപയോഗിച്ച് കറി വയ്ക്കുമ്പോൾ അത് പ്രത്യേക ടേസ്റ്റാണ്. ഇത് കുരുമുളക് നോക്കി പറിക്കുകയാണ്. ഞങ്ങൾക്ക് വേറെ കുരുമുളക് ഇങ്ങനെ പടർന്നു കയറുന്ന കുരുമുളക് വേറെ ഉണ്ട്. അതാണ് ഞങ്ങൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്നത്. ഞങ്ങൾ വീട്ടിലുണ്ടാകുന്ന ഇത് കുരുമുളക് പറിച്ച് ഉണക്കിയാണ് നമ്മൾ വീട്ടിൽ കുരുമുളകായിട്ട് ഉപയോഗിക്കുന്നത്. എല്ലാ വർഷവും കിട്ടും, നമ്മൾക്ക് കറിക്ക് മാത്രമുള്ളത് കിട്ടും. ഇതുപോലെ കുറ്റിക്കുരുമുളക് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് മുകളിൽ കയറണം, മറ്റേതാകുമ്പോൾ അങ്ങ് കയറിപ്പോകും, അത് ഗോണിയൊക്കെ വെച്ച് പറിക്കേണ്ടി വരും. ഇത് കുറ്റിക്കുരുമുളക് നമ്മളുടെ ഇതുപോലെ ബോക്സിലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ പറിച്ച് ഉണക്കിയെടുക്കുകയാണെങ്കിൽ നമ്മളുടെ കറിക്കൊക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ളത് നമ്മൾക്ക് കിട്ടിയിരിക്കും. തീർച്ചയായിട്ടും 2 കുറ്റിക്കുരുമുളക് നമ്മുടെ ഇതുപോലെ ബോക്സിൽ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമ്മളുടെ വീട്ടിന് ആവശ്യമുള്ള കുരുമുളക് ഇതുപോലെ കിട്ടിക്കോളും. എപ്പോഴും അതിനകത്ത് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതാണ് കുറ്റിക്കുരുമുളകിൻ്റെ സവിശേഷത. മറ്റേ കുരുമുളകാണെങ്കിൽ നമുക്ക് പറിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാലും ഞങ്ങളതൊക്കെ പറിച്ചെടുക്കും. ഗോണിയൊക്കെ വെച്ച് മുകളിൽ കയറി പറിച്ചെടുക്കണം. അങ്ങനെ കുരുമുളകൊക്കെ പറിക്കുകയാണ്. ഞങ്ങൾ വലുതാകുമ്പോൾ പറിച്ചെടുക്കും. എന്നാലും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതാണ് കുറ്റിക്കുരുമുളക്. ഇത് കാന്താരിയാണ്. കുറേ കാന്താരിയും ഇതുപോലെ കിളുത്ത് നിൽപ്പുണ്ട്. എല്ലാം പഴുത്തു പോകുകയാണ്. നമ്മൾക്ക് ഒന്നിച്ചൊക്കെ ഇങ്ങനെ കുറേശ്ശെ നമ്മൾക്ക് കറിക്കിടാൻ പറ്റത്തുള്ളൂല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴുത്ത കാന്താരി മുറിച്ചും കറിക്കിടും. ബാക്കിയൊക്കെ അവിടെ നിന്ന് മൂത്ത് വരുമ്പോൾ കറിക്ക് ആവശ്യമുള്ളതൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കും. അങ്ങനെ ഒരു വിളവെടുപ്പ് ദിവസമാണ് ഇന്ന്. അതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇത് കാന്താരിയൊക്കെ പറിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കുക, അല്ലെങ്കിൽ ഉണക്കി വയ്ക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ഉണ്ടാകുമ്പോൾ ഇതെല്ലാം കൂടി അങ്ങ് ഒന്നിച്ചുണ്ടാകും. അതാണ് ഇതിൻ്റെ ഒരു ദോഷം. ഇല്ലാത്തപ്പോൾ ഒന്നുമില്ല, ഉണ്ടാകുമ്പോൾ ഇതെല്ലാം കൂടി അങ്ങ് ഒന്നിച്ചുണ്ടാകും. എന്തായാലും അതൊക്കെ പറിച്ച് നമുക്ക് ഉണക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ലതാണ്. അങ്ങനെ ഇതാണ് ആ പേരയ്ക്ക, കണ്ടോ, ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുകയാണ്. പേരയ്ക്ക ഒത്തിരി മൂത്തിട്ടൊന്നുമില്ല, സാധാരണ മൂപ്പ്. ഇതാണ് ഞങ്ങളുടെ പച്ചമുളകിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുകയാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. പച്ചമുളക് ഇത് മറ്റേ ചെറിയ ട്രോളി ടൈപ്പാണ്. ഞങ്ങളിതിനകത്താണ് ചെടിച്ചട്ടിയൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത്. ഈ ബോക്സിൻ്റെ പകുതി ഭാഗം മുറിച്ചതാണത്. അത് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് ചെടിച്ചട്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വയ്ക്കാനും ഒക്കെ. ഇതിനു മുമ്പൊരു ചെറിയൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച്. നമ്മൾക്ക് മിനി ട്രോളിയായിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഞങ്ങളുടെ വിളവെടുപ്പൊക്കെ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ.